നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അധികമായാൽ അമൃതും വിഷം. എന്തിനും ഏതിനും പാരസെറ്റാമോൾ കഴിക്കും മുമ്പ് അറിയുക. പനിയുണ്ടോ, അതോ തലവേദനയോ, അല്ലെങ്കിൽ പല്ലുവേദനയോ, എന്ത് വേദന ആയിക്കോട്ടെ, ആദ്യം ചെയ്യുന്നത് ഒരു പാരസെറ്റാമോൾ എടുത്ത് വിഴുങ്ങും എന്നതാണ്. ഡോക്ടറെ പോലും കാണാതെ ആയിരിക്കും ഡോസ് ഒന്നും നോക്കാതെ പാരസെറ്റാമോൾ കഴിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു വേദന സംഹാരിയാണ് പാരസെറ്റാമോൾ. അധികമായാൽ അമൃതും വിഷമെന്ന് പറയുന്നത് പോലെ അമിതമായി നമ്മുടെ ശരീരത്തിൽ എന്തെത്തിയാലും അത് നമ്മുടെ ആരോഗ്യത്തെ തകർത്ത് കളയും. തുടർച്ചയായി പാരസെറ്റമോൾ കഴിക്കുന്നവരിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അടുത്തിടെ പഠനത്തിൽ തെളിഞ്ഞത് പാരസെറ്റാമോൾ ഓവർഡോസ് ആകുന്നത് ഗുരുതര കരൾ രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ്. എഡിൻബർഗ് സർവകലാശാല അടുത്തിടെ നടത്തിയ പഠനത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. പാരസെറ്റാമോളിന്റെ ഏറ്റവും സാധാരണയായ ഡോസുകൾ 500, 650 എന്നിങ്ങനെയാണ്. സാധാരണ ഡോസ് 1 കിലോ ശരീരഭാരത്തിന് 15 മില്ലിഗ്രാം എന്നാണ് കണക്ക്. ഇതിൽ കൂടുതലായാൽ കരളിന്റെ പ്രവർത്തനത്തെ ബാധിച്ചേക്കാം. 1893 ജോസഫ് വോൺ മെറിങ് ആണ് പാരസെറ്റാമോൾ ആദ്യമായി സമന്വയിപ്പിച്ചത്. 1950കളിൽ പാരസെറ്റാമോൾ അമേരിക്കയിലും പിന്നീട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വലിയ തോതിൽ ഉപയോഗിച്ചു തുടങ്ങി. ആസ്പിരിനും മറ്റ് സ്റ്റിറോയിഡുകളും ഇതര ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളായ ഐബുപ്രോഫെൻ പോലുള്ള വയറിനുള്ളിൽ രക്തസ്രാവം, അൾസർ, മറ്റ് ഗുരുതരമായ പാർശ്വഫലങ്ങൾ എന്നിവയുണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അന്ന് ആളുകൾ പാരസെറ്റാമോളിനെ കൂടുതലായി ആശ്രയിച്ചു തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ ഏത് രോഗത്തിനും പാരസെറ്റാമോളായി മാറി. 24 മണിക്കൂറിനുള്ളിൽ 4 ഗ്രാം പാരസെറ്റാമോളാണ് പരമാവധി അനുവദിച്ചിരിക്കുന്ന അളവ്. അതിൽ കൂടുതൽ ഓവർഡോസ് ആകും. മുതിർന്നവർക്ക് 500 മില്ലിഗ്രാം ഗുളികകൾ 24 മണിക്കൂറിനുള്ളിൽ 4 തവണ കഴിക്കാം. ഒരു തവണ കഴിച്ചാൽ 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത തവണ ഗുളിക കഴിക്കാൻ പാടുള്ളൂ.